ഇപ്പം ആങ്ങള പെങ്ങൾ അല്ലേ, വളരെ ഡീപ്പായിട്ടുള്ള ഒരു സ്നേഹമാണത്. അതെനിക്ക് കൂടുതലും ഞാൻ പറയാൻ പറ്റുമെന്ന് വെച്ചാൽ എനിക്ക് ഒരു അനിയനായതുകൊണ്ടാണ്. പിന്നെ ബാക്കി ചേട്ടന്മാരൊക്കെ ഉണ്ട്. അപ്പം കുഞ്ഞിലത്ത് പിന്നെ രസകരമായൊരു കാലഘട്ടമാണല്ലോ, ആങ്ങളെയും പെങ്ങളും അല്ലേ, ചേട്ടന് അനിയന് ചേച്ചി അനിയത്തി എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു അമ്മയുടെ മക്കൾ പരസ്പരം എങ്ങനെയായിരിക്കും. കുഞ്ഞുനാളിലൊക്കെ മിക്കവാറും ഭയങ്കര ബഹളമായിരിക്കും. ഞാനും എൻ്റെ അനിയൻ തമ്മിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഭയങ്കര തല്ലായിരുന്നു, വഴക്ക്. അങ്ങനെ അവൻ എന്നെ ഇടിച്ച് താഴെ ഇട്ടിട്ട് എൻ്റെ കമ്മലൊക്കെ ഒടിച്ചിട്ടുണ്ട്. അപ്പം ഇതെങ്ങനെ ഒഴിഞ്ഞു എന്ന് ചോദിച്ചപ്പം ഞങ്ങൾ തമ്മിൽ ഇടിവെച്ചതാണെന്ന് എൻ്റെ അമ്മ പറഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് ചോദിച്ച ആൾക്കാർ വരെ ഉണ്ട്. അപ്പം ഇങ്ങനെ ഭയങ്കര ഇടിയായിരുന്നു. പിന്നെ ഞങ്ങൾ തമ്മിൽ ഇടിവെക്കുമ്പോൾ എപ്പോഴും എൻ്റെ അമ്മ പറയുന്നതാണ്, നീ ചുണ്ടയ്ക്ക കൊടുത്തിട്ട് വഴുതനങ്ങ വാങ്ങിക്കുന്നവളാന്ന് പറയും. അതായത് ചെറിയത് കൊടുത്തിട്ട് വലുത് വാങ്ങിച്ചു കൂട്ടും. സത്യം പറഞ്ഞാൽ എപ്പോഴും ആമ്പിള്ളേർക്കല്ലേ ഇത്തിരി കരുത്ത് കൂടുതൽ. അവർ നല്ല രീതിയിൽ നമ്മൾ ചെറിയൊരു തോണ്ട് കൊടുക്കുക, അവർ അതിൻ്റെ ഇരട്ടി പവറിൽ തിരിച്ചു തരും. സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ. അപ്പം കുഞ്ഞിലത്തെ ഒരു കാലഘട്ടം അങ്ങനെയാണ്. പിന്നെ വഴക്കിട്ട് അടിയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും അച്ഛനോടി വരും. അച്ഛനോടി വരുമ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്യുന്നറിയാം, ഒറ്റ കരച്ചിലും കരയും. ആദ്യമേ ഞാനും കരയും. അപ്പോൾ എനിക്കതാണ് കാര്യമായിട്ട് കിട്ടിയത് എന്നുള്ള രീതിയിൽ എനിക്ക് അച്ഛൻ്റെ കയ്യിൽ നിന്ന് അടി കിട്ടുന്നത് കുറഞ്ഞ് കിട്ടും. അപ്പം ഞാൻ കരഞ്ഞോണ്ടിരിക്കുമല്ലോ, അപ്പം പിന്നെ വീണ്ടും തല്ലുന്നത് എങ്ങനെ, അതൊരു മര്യാദയല്ലല്ലോ. അതുകൊണ്ട് എനിക്കിട്ട് അങ്ങനെ കിട്ടത്തില്ല, അപ്പോൾ അവനിട്ട് കിട്ടും. അങ്ങനെയൊക്കെ രക്ഷപ്പെട്ട ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ നമ്മൾ വലുതാവും തോറും നമുക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ്. ഇപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പം എൻ്റെ കുഞ്ഞ് ജനിക്കുന്നിടം വരെയും എൻ്റെ ഹസ്ബൻഡ് വരെ അറിയാമെന്നില്ല, എനിക്ക് ലോകത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടം എൻ്റെ അനിയനെയാണ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളു ആരും എന്നാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കുഞ്ഞ് ജനിച്ച് കഴിഞ്ഞ് ഇപ്പം നിങ്ങൾക്ക് ആരെയാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ കുഞ്ഞിനെയാണ് ഇഷ്ടമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് രണ്ടുപേരും ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അനിയൻ്റെ കുഞ്ഞിനെ ഇഷ്ടമാണ്. ഇതൊക്കെ എൻ്റെ ഹസ്ബൻഡ് ഇടയ്ക്ക് ചോദിക്കും. അപ്പോൾ പുള്ളിക്ക് അത് എൻ്റെ സ്നേഹം എങ്ങനെയാണെന്ന് അറിയാവുന്നത് കൊണ്ടായിരിക്കുമല്ലോ വീണ്ടും ഒരു ചോദ്യം വരുന്നത്. അതൊരു ഭാഗ്യമെന്ന് ഞാൻ കരുതുന്നു. എനിക്കിഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ് അവരൊക്കെ. എൻ്റെ അനിയനെന്ന് പറയുന്നത് അവനിപ്പോൾ എന്ത് പറഞ്ഞാലും എനിക്ക് എൻ്റെ അനിയനാണെങ്കിൽ പോലും അല്ലേ, എന്ത് കാര്യം ഉണ്ടെങ്കിലും അവനോട് ചോദിക്കും ഞാൻ. ഇപ്പോൾ ഒരു സമയം ഇപ്പോൾ ഞങ്ങളുടെ അച്ചാച്ചൻ മരിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ, അമ്മ, അനിയൻ ആ ഒരു രീതിയിലേക്ക് ഞങ്ങളുടെ ആ കുടുംബം മാറുകയല്ലേ. ഒരാൾ നഷ്ടപ്പെടുമ്പോൾ പിന്നീട് ഞാനാണ് മൂത്തത്, അമ്മയുണ്ടെങ്കിലും ഞങ്ങൾ രണ്ടുപേരും അവനോട് ചോദിക്കാതെ ഒന്നും ചെയ്യാറില്ല. എന്ത് കാര്യമുണ്ടെങ്കിലും അവനോട് ചോദിക്കും. ഇപ്പം നമ്മളുടെ ഒരു ഡ്രസ്സാണെങ്കിൽ തന്നെ ഇത് കൊള്ളാവോ എന്ന് അവനോട് ചോദിച്ച് അവനൊരു അഭിപ്രായം പറയുമ്പോഴാണ് എനിക്കത് ഇടാൻ കൂടുതൽ ഇഷ്ടം. പിന്നെ എനിക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊണ്ടുവരുന്നതായാലും ഞാനൊരു പ്രാവശ്യം ജോലിയുടെ ഭാഗമൊക്കെ വന്നിട്ട് യാത്ര ചെയ്യേണ്ട ഒരു സമയമുണ്ടായിരുന്നു ഹസ്ബൻഡുമായിട്ട്. ആ സമയത്ത് എനിക്ക് വലിയൊരു ബാഗിൻ്റെ ആവശ്യം ഉണ്ടായിട്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ അവനിങ്ങനെ പിന്നെ യാത്രയൊക്കെ പോകുന്നു. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, എനിക്ക് നീ പുറത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ എനിക്കൊരു വലിയ ബാഗ് വാങ്ങിച്ചുകൊണ്ട് വരണം. അപ്പോൾ വലിയൊരു ബാഗും പിന്നെ അതിൻ്റെ ചെറുതും പിന്നെ തിരിച്ചെറുതും, അത് മൂന്നും നമുക്ക് തൂക്കിയിടാൻ പാകത്തിനുള്ള, അങ്ങനെ ഒന്നിന് പകരം 3 വാങ്ങിച്ചുകൊണ്ട് വന്നു. പിന്നെ കുഞ്ഞിലെയൊക്കെ തന്നെയാണെങ്കിലും എന്തെങ്കിലുമൊക്കെ പൈസയൊക്കെ എൻ്റെ കയ്യിലൊക്കെ എത്തുമ്പോൾ വിഷുക്കൈ നീട്ടമാണല്ലോ പ്രധാനമായിട്ടുള്ള നമ്മുടെ പൈസയുടെ ശേഖര സമയം എന്ന് പറയുന്നത്. ആ ഒരു വിഷു ആണല്ലോ. അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ പൈസ കിട്ടും. അപ്പം ഞാൻ എവിടെയെങ്കിലുമൊക്കെ കടയിലൊക്കെ പോകുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട് കമ്മൽ, മാല എന്നൊക്കെ പറഞ്ഞ് ഉള്ള ഇതൊക്കെ പറയുമ്പോൾ ഞാൻ ഇന്ന കടയിലെന്ന് പറഞ്ഞാൽ ആവുമ്പോൾ പോയി അവൻ്റെ പൈസ കൊടുത്ത് വാങ്ങി എനിക്ക് തരും. അനിയനാണെങ്കിൽ പോലും അവൻ അങ്ങനെയൊക്കെ ചെയ്യും. അത് എന്തൊക്കെയോ അങ്ങനെയൊക്കെ എനിക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തതും പറഞ്ഞതും. ഒരു പ്രാവശ്യം ഇങ്ങനെ അച്ഛൻ്റെ അമ്മ മരിച്ച സമയം, ആ സമയത്തപ്പം ഇങ്ങനെ വൈകുന്നേരമൊക്കെ ആളുകളൊക്കെ വരുമല്ലോ. അപ്പോൾ
സമയത്ത് ഇങ്ങനെ നമ്മൾ കട്ടൻ എല്ലാവർക്കും കൊടുക്കുമല്ലോ. കട്ടൻ ഇങ്ങനെ ഒഴിക്കുന്ന സമയത്ത് നമ്മൾ അരിപ്പ പിടിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ അരിപ്പ പിടിച്ച സമയത്ത് എൻ്റെ കയ്യിലോട്ട് കുറച്ച് വെള്ളം ഇങ്ങനെ വീണ്, കട്ടൻ വെള്ളം ഇങ്ങനെ എൻ്റെ കയ്യിലോട്ട് വീണ്, ചൂട്. പക്ഷെ ഒന്നും പറ്റിയില്ല, കുറച്ച് വെള്ളം തെറിച്ച് എൻ്റെ കയ്യിലോട്ട് വീണു. അപ്പോൾ ഒഴിച്ചത് എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ ഭാര്യയായിരുന്നു. അപ്പം ഇവനത് കണ്ട് പെട്ടെന്ന് വന്ന അവൻ്റെ ആ വെപ്രാളം, ആ ദേഷ്യം, വെപ്രാളം, പിന്നെ വെള്ളം കുത്തി കൊണ്ടുവന്ന് കൈയൊക്കെ മുക്കി പിടിച്ച് എന്നിട്ട് എനിക്ക് കൈയൊക്കെ ഊതി തരുന്നു. അങ്ങനെ അതൊക്കെ എൻ്റെ ഹൃദയത്തിലങ്ങ് ശരിക്കും കൊണ്ടിട്ടുള്ള കാര്യമാണ്. അപ്പം അതൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ എനിക്ക് ഇപ്പോഴും അവനോടുള്ള ആ ഒരു സ്നേഹം. ഞാൻ എൻ്റെ അമ്മയോട് എപ്പോഴും പറയും, അമ്മേ, ഇനി എന്ത് സംഭവിച്ചാലും, നാളെ അവൻ എന്നെ തള്ളി പറഞ്ഞാലും, എന്തെനിക്കെതിരെ ചെയ്തെന്ന് പറഞ്ഞാലും ഒരിക്കലും ഞാൻ അവനെ വെറുക്കില്ല എന്ന് ഞാൻ പറയും. അതവനെ ആരൊക്കെ എങ്ങനെയൊക്കെ ആയാലും ഞാൻ അവനെ വെറുക്കില്ല, അവനെൻ്റെ അനിയൻ കുഞ്ഞാണ് എന്ന് പറയും. അവൻ്റെ ഉള്ളിൽ തീർച്ചയായിട്ടും എനിക്കൊരു സ്ഥാനമുണ്ടെന്നും എനിക്ക് നന്നായിട്ടറിയാം. അപ്പം ഇതൊക്കെ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഓപ്പോസിറ്റായിട്ട് നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനപ്പുറം ഇപ്പം ഞാൻ എൻ്റെ ഒരു കാര്യം പറഞ്ഞതേ ഉള്ളൂ അല്ലേ, എൻ്റെ അനിയനുമായി ഞാൻ തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ കാര്യം പറഞ്ഞു. പക്ഷെ ഇതിൻ്റെ 100 ഇരട്ടി സ്നേഹിക്കുന്ന ആങ്ങളെയും പെങ്ങളും അല്ലെങ്കിൽ ചേട്ടനും ചേച്ചി അങ്ങനെ എന്തോ ആയിക്കോട്ടെ, അങ്ങനെയുള്ള ബന്ധങ്ങളുണ്ട്. പക്ഷേ അങ്ങനെയുള്ള ബന്ധങ്ങളിൽ പോലും പിന്നീട് അവരുടെ ഒരു കുടുംബജീവിതത്തിലേക്ക് കടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്തിൻ്റെ പേരിൽ അവരെത്രമാത്രം സ്നേഹിച്ചോ അതിൻ്റെ 100 ഇരട്ടി വെറുക്കുന്ന തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായി. അങ്ങനെ 2 പേരും 2 വഴിക്ക് പോയിട്ടുള്ള കാര്യങ്ങൾ വരെ എനിക്കറിയാം. അത് അവരെന്ന് പറഞ്ഞാൽ കുഞ്ഞിലേ തൊട്ട് വളരെയധികം കഷ്ടപ്പെട്ടിട്ട് ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ 2 പേരും കുടുംബജീവിതത്തിലേക്ക് കടന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ട് 2 പേരും 2 ദിക്കിലായി പോയിട്ടുണ്ട്. അത് അവരുടെ സ്നേഹവും അവരുടെ ജീവിത സാഹചര്യമൊക്കെ അറിയാം. ഇപ്പോൾ അവർ പഴയതിനെക്കാട്ടിലും ഒരുപാട് നല്ല രീതിയിലൊക്കെ ജീവിക്കുന്നവരാണ്. പക്ഷെ പണ്ട് അവരുടെ ആ കഷ്ടപ്പാടും അവരുടെ ആ സ്നേഹവും അറിയാവുന്ന നാട്ടിലുള്ള ആളുകളൊക്കെ എന്ത് പറയും, ഇങ്ങനെ തന്നെ സ്നേഹമായിരുന്നു. പക്ഷേ ഇപ്പം കണ്ടോ അവർ 2. അപ്പം ഞാനിങ്ങനെ ചോദിക്കാറുണ്ട്, നിങ്ങൾ സംസാരിക്കാം? ഇല്ല, സംസാരിക്കില്ല. നമ്മൾ കൂടുതലും ചോദിക്കില്ല, സംസാരിക്കുക ഇല്ല. ഓക്കെ. അപ്പം അതൊക്കെയെന്ന് പറയുന്നത് എന്താണ് അവിടെയൊക്കെ സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ? ഒരു കുടുംബം ആയി, ഓക്കെ, ചിലരുടെ ചിന്താഗതിയിലുണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ പറയാം. ചില പെൺകുട്ടികൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ തൻ്റെ ഭർത്താവാണ് എല്ലാം, അവിടെ വേറെ ആർക്കും സ്ഥാനമില്ലെന്നുള്ള ചിന്താഗതിയിലേക്ക് മാറും. വീട്ടുകാരെ പാടെ ഉപേക്ഷിക്കുക എന്നുള്ളൊരു മൈൻഡ്. അതൊരു തെറ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭർത്താവിനാണ് ആദ്യത്തെ സ്ഥാനം, അത് അംഗീകരിക്കുന്നു. പക്ഷേ വീട്ടുകാർ, നമുക്ക് വിവാഹം നടത്തിത്തന്ന വീട്ടുകാരില്ലേ, അവരില്ലായിരുന്നെങ്കിൽ നമുക്കൊരു പക്ഷേ ഇങ്ങനത്തുള്ളൊരു ബന്ധം പോലും ഉണ്ടാവുകയില്ല. അപ്പോൾ അവരെ പൂർണ്ണമായിട്ടും തള്ളിക്കളയുന്നത് ശരിയല്ല. ഒരു ഭർത്താവിനെ കിട്ടുമ്പോൾ അതുവരെ ഉള്ളവരെല്ലാം ഉപേക്ഷിച്ചേക്കാം എന്നൊരു ചിന്താഗതിയുള്ളവർ ഉണ്ട്, അതെനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ചിന്താഗതി ഒരിക്കലും ശരിയായ കാര്യമല്ല. അപ്പോൾ അങ്ങനെയുള്ളവരുടെ മനസ്സെന്തായിരിക്കും എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. പിന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭർത്താവ് വേണം, അവരുടെ കുടുംബവും കാര്യങ്ങളൊക്കെ നോക്കണം. പക്ഷേ നമ്മൾക്കൊപ്പം അല്ലേ കളിച്ച് നമ്മുടെ വളർന്ന നമ്മുടെ സഹോദരങ്ങൾ, നമ്മളെ നോക്കിയ അച്ഛൻ അമ്മ, അവരോടൊക്കെ നമുക്കൊരു കടപ്പാട് ഉണ്ട് അല്ലേ. നമ്മളവരെ തിരിച്ച് നോക്കേണ്ട ഒരു സമയമുണ്ട്. വല്ലപ്പോഴും ഒന്ന് വേറെ ഒന്നും വേണ്ട, നമുക്കൊന്ന് ഫോൺ ചെയ്യാം, സംസാരിക്കാം. പിന്നെ ഒരു കാര്യമെന്ന് പറയുന്നത്, നമുക്ക് എല്ലാ കുടുംബത്തിലും ഈ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ എന്താണ് പറയുന്നത്, ഡൗറി എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു ഭാഗമാണല്ലോ സ്വത്ത് വകകൾ. കല്യാണത്തിന് എത്ര പവൻ കൊടുത്തു, ഇപ്പോൾ ഒരു 50 പവൻ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ 10 പവൻ 20 എത്രയായി കൊടുത്തു, അത്രയും കൊടുക്കാനുള്ളതുണ്ട്. ചിലർക്ക് പൈസയൊക്കെ കൊടുക്കാനുള്ള സാമ്പത്തികമുണ്ട്, അപ്പോൾ അവരത് കൊടുക്കുന്നു.
കൊടുത്ത് വിവാഹം ചെയ്ത് കഴിഞ്ഞു വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് പെൺകുട്ടിയെ. അത് അവിടം കൊണ്ട് ആ ഒരു കൊടുക്കൽ വാങ്ങൽ മിക്കവാറും തീർക്കുന്നതാണ്. അത്രയും കൊടുക്കാനുള്ളെങ്കിൽ അത്രയും കൊടുത്ത് നിർത്തുക. ചില ആണുങ്ങളുടെ വീട്ടുകാരെന്ത് കൊടുക്കുമെന്നറിയാം, അല്ല നിങ്ങൾക്ക് അവിടെ സ്ഥലമുണ്ടല്ലോ, പിന്നെ അത് ഇത്രയല്ലേ തന്നിട്ടുള്ളൂ, പിന്നെ ഓഹരി ഇല്ലേ, അതിൻ്റെ കാര്യമൊന്നും പിന്നെ പറഞ്ഞില്ല. ഇത് കല്യാണം നടക്കുന്നിടം വരെ ഇതൊന്നും സംസാരിക്കില്ല. കല്യാണം കഴിഞ്ഞ് കഴിയുമ്പം പെൺകുട്ടിയോട് ഇതൊക്കെ പറയും. അപ്പം അവൾക്ക് സമാധാനം വേണമല്ലോ എന്ന് വിചാരിച്ച് അവളെന്ത് ചെയ്യും, വീട്ടുകാരോട് പറയും. അതൊക്കെ പിന്നീട് എന്ത് ചെയ്യും, വാക്ക് തർക്കമാകും, ഇവരുടെ ജീവിതത്തെ ബാധിക്കും, പരസ്പരം ശത്രുതയിലേക്ക് വരെ പോകും. അപ്പോൾ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന വീട്ടുകാരുണ്ടെങ്കിൽ എന്താണ്, പയ്യനെ കെട്ടിക്കുമ്പോൾ എന്ത് ചെയ്യണം, ഇതെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞ് സംസാരിച്ചതിന് ശേഷം വിവാഹം നടത്തിയാൽ മതി. അല്ലാതെ വിവാഹം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ഒരു 500 സെൻറ്റ് അവിടെ കിടപ്പില്ലേ, അതിനകത്തുനിന്ന് 300 സെൻറ്റ് ഇങ്ങോട്ട് കൊണ്ടുവന്നേരെ ബാക്കി 200 ആ പയ്യന് കൊടുത്താൽ മതി. അപ്പം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരമ്മയ്ക്കും അച്ഛനും ഒന്നോ അതിൽ കൂടുതലോ മക്കളുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഈ അച്ഛൻ്റെ അമ്മയുടെയും സ്വത്തിൽ അവകാശമുണ്ട്. അപ്പോൾ സ്ത്രീകൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ ഉണ്ടാകുമ്പോൾ എന്താണ്, അതിൻ്റെ ഒരു ഭാഗത്തിൽ ഉണ്ടാക്കിക്കൊണ്ടാണ് എടുത്തുകൊണ്ടാണ് വിവാഹം നടത്തി വിടുന്നത്. അപ്പം വിവാഹം നടത്തുന്ന ചിലവ്, പിന്നെ സ്വർണവും പൈസ എല്ലാം കൊടുക്കണം. ഇത് ആ ഒരു ഭാഗം കൊണ്ട് തീർത്താൽ പോരെ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതാണ്, അല്ലേ? ഇല്ല എന്നിട്ട് എന്താണ്, വീടും അത് നിൽക്കുന്ന സ്ഥലവും പിന്നെ ഉള്ളവർക്ക് വേണ്ട കാര്യങ്ങൾക്ക് ചെയ്യണ്ടേ. രണ്ട് പേരേ ഉള്ളൂ, ഒരാണും ഒരു പെണ്ണും ആണെങ്കിൽ പെണ്ണിനുള്ളത് എന്താണ്, കല്യാണത്തോടുകൂടി കൊടുത്ത് തീർക്കണം. ബാക്കിയുള്ളത് എന്താണ്, വീടും സ്ഥലവുമാണോ ഉള്ളതെങ്കിൽ അത് മൊത്തം ആർക്ക് ഉള്ളതായിരിക്കണം, പയ്യനുള്ളതായിരിക്കണം. അല്ലാതെ 10 സെൻറ്റ് സ്ഥലമുണ്ട് വീടുമുണ്ട് അതിനകത്തുനിന്ന് 5 സെൻറ്റും കൂടെ പെണ്ണിന് കൊടുക്കണം. അതെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരു വിവാഹം നടത്തി കൊടുക്കുന്നില്ലേ, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നില്ലേ, പിന്നെയും ചിലവുകളുണ്ട്. അപ്പോൾ അതെല്ലാം പെണ്ണിൻ്റെ വീട്ടുകാർ ചെയ്യുന്നുണ്ട്. പിന്നെ എന്തിനാണ് വീണ്ടും ഈ 10 സെൻറ്റ് ഉണ്ടെങ്കിൽ അതിനകത്ത് 5 കൂടി ഇങ്ങോട്ട് പോരട്ടെന്ന് വിചാരിക്കും. ഇത് സപ്പോർട്ട് ചെയ്യുന്ന പെണ്ണുങ്ങളും ഉണ്ട്. ഭർത്താവിൻ്റെ വീട്ടുകാരും ശരിയാ, എനിക്ക് അതുകൂടെ ഇങ്ങോട്ട് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാം എന്ന് പറഞ്ഞു. എനിക്ക് ആ ഒരു മൈൻഡ് ഇല്ലാത്തതുകൊണ്ട് ഞാനത് പറയുകയാണ്. അതൊരിക്കലും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ കണക്ക് വയ്ക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, അവരുടെ ഉള്ളിലുള്ള സ്നേഹത്തിന് നമ്മളവിടെ വിലയിടുകയാണ്. അങ്ങനെയുള്ള സ്ത്രീകളുടെ അല്ലെങ്കിൽ പെൺകുട്ടികളുടെ മനസ്സിലുള്ളത്. അത് അങ്ങനെയുള്ള സംസാരങ്ങൾ വീട്ടിലുണ്ടാകുമ്പോഴേ പറയണം, അത് അവർക്കുള്ളത് തന്നു. അല്ല ഇനി വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും മാർഗത്തിൽ നോക്കിക്കോ, നിങ്ങളിത് ആദ്യമേ പറയണമായിരുന്നു. മിക്കയിടത്തും ഉണ്ടാകുന്ന പ്രശ്നം ഇത് തന്നെയാണ്. വീട്ടിൽ പെണ്ണിൻ്റെ വീട്ടുകാരുമായിട്ടൊക്കെ ഉള്ള പ്രശ്നം ഉണ്ടാകും. നിങ്ങൾ ആദ്യമേ തന്നെ വിവാഹത്തിന് മുമ്പ് ഈ കാര്യങ്ങൾ പറഞ്ഞ് ഉറപ്പിക്കുക. ഇപ്പോൾ സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതെല്ലാം എന്താണ്, ക്രിമിനൽ കുറ്റമാണ്. എന്നിട്ടും അത് നമ്മുടെ സമൂഹത്തിൽ നിന്ന് നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമൂഹത്തിൽ ഇങ്ങനെയുള്ള ആരെങ്കിലും ഒരു കേസ് കൊടുത്തത് പ്രശ്നമായാലും പ്രശ്നം തന്നെയാണ്. ജാമ്യമില്ലാത്ത വകുപ്പുകൾ പ്രകാരം അങ്ങോട്ട് പോകേണ്ടി വരും. അപ്പോൾ അത് തെറ്റായൊരു കാര്യമെന്ന് അറിഞ്ഞിട്ടും അത് പെണ്ണിൻ്റെ വീട്ടുകാരും ചെറുക്കൻ്റെ വീട്ടുകാരും അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ഈ സ്വത്തിൻ്റെയും ബഹളവും കൂടെ ചേർക്കേണ്ട കാര്യമുണ്ട്. ഉള്ള ജീവിക്കാൻ വേണ്ടി, സമാധാനമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടും സന്തോഷമായിട്ട് കഴിയാൻ വേണ്ടിയിട്ടുമാണല്ലോ ഒരു വിവാഹം നടത്തുന്നത്. മിക്കയിടത്തും നടത്തുന്നത് എങ്ങനെയെങ്കിലും ഒരു കല്യാണം നടന്നാൽ മതി എന്നാണ്. പക്ഷെ കല്യാണം നടന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു, ഭയങ്കര പ്രശ്നങ്ങളാണ്. കുറഞ്ഞു പോയി എന്ന പ്രശ്നമാണ് മിക്കയിടത്തും നടക്കുന്നത്. ഇതിൻ്റെ പേരിൽ ഒരുങ്ങിത്തീരുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. കാരണം ഇപ്പം ചെറുക്കൻ്റെ വീട്ടുകാർ പറയുന്നത് കേൾക്കണം, പെണ്ണിൻ്റെ വീട്ടുകാർ പറയുന്നത് കേൾക്കണം. നടുക്ക് നിൽക്കുന്ന ഈ പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടി പറയുന്നത് മാത്രം കേൾക്കാൻ പലപ്പോഴും ആരും കാണില്ല. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇപ്പോൾ ഒരു വീട് നിൽക്കുന്ന സ്ഥലവും ഉള്ള ഒരു പെൺകുട്ടിയാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ കല്യാണത്തിന് അവരെന്ത് തരാൻ ഉദ്ദേശിക്കുന്നു അത് തന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് തൃപ്തിപ്പെടുക. അല്ലാതെ പിന്നെ ഓഹരിക്ക് പോകാതിരിക്കുക. ഇപ്പം വേണമെങ്കിൽ വീടും സ്ഥലവും ഉണ്ട്, അല്ലാതെ കുറേയേറെ സ്ഥലങ്ങളും ഉണ്ട്. പിന്നെ പെണ്ണിൻ്റെ വീട്ടുകാർ അത് തരാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ വാങ്ങിക്കോളൂ. അല്ലെങ്കിൽ തുല്യമായിട്ട്
അല്ലെങ്കിൽ 3/4% ചെറുക്കന് കൊടുത്തിട്ട് ഒരു 1/4% പെണ്ണിന് കൊടുക്കുക. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. ഒരുപാട് സ്ഥലവും വസ്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കങ്ങനെ ചെയ്യാം. ഇല്ലാതെ ഒരു 10 സെൻറ്റിൽ നിൽക്കുന്ന വീടും അതിനും കൂടെ അവകാശം കൊണ്ട് പോകുമ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെയാണ് മിക്ക ബന്ധങ്ങളും അകന്ന് വേറെ വഴിക്ക് പോകുന്നത്. എങ്ങനെ കഴിഞ്ഞവരായിരിക്കുമെന്നറിയാമോ? എനിക്ക് ഒരുപാട് പേരെ അറിയാം അങ്ങനെയുള്ള. എന്നോട് ഓരോരുത്തരും ഇങ്ങനെ അതിനെക്കുറിച്ച് സംസാരിക്കാറ് വരെ ഉണ്ട്. അപ്പോഴാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക? കാരണം നമ്മളെ ഒന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മനസ്സ് ഈ പഴയ തലമുറകൾക്ക് മിക്കവാറും പേർക്ക് ഇല്ല. ഇനിയുള്ള തലമുറ എന്താണ്? വിവാഹമേ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എന്തായാലും ആങ്ങള പെങ്ങൾ എന്ന് പറയുന്നത് അതൊരു നല്ലൊരു പവിത്രമായൊരു ബന്ധം കൂടിയാണ്, അല്ലേ? നിങ്ങൾ ഒരേ ചോരയാണ്. അതാണ് ഏറ്റവും വലിയ ഇതെന്ന്. ഒരമ്മ ജന്മം നൽകിയ 2 മക്കൾ അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള മക്കൾ. അപ്പം നിങ്ങൾക്ക് സഹായമായിട്ടും എപ്പോഴും സ്വന്തമായിട്ട് നിൽക്കുന്നത് നിങ്ങൾ തന്നെയാണ്. അപ്പോൾ ആ ബന്ധം അങ്ങനെ കാത്തു സൂക്ഷിക്കുക. മറ്റെന്ത് കാര്യത്തിന് വേണ്ടിയിട്ടും ഒരിക്കലും പിണങ്ങാതിരിക്കാൻ ശ്രമിക്കുക, അല്ലേ? വല്ലപ്പോഴും ആയാലും വീട്ടിൽ പോയി നമ്മുടെ സഹോദരങ്ങളെ കാണാനുള്ള ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ.